ആത്മശുദ്ധീകരണത്തിൻ്റെ വഴിത്താരയിൽ രണ്ടാം ഭാഗത്തിലേക്ക് പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുകയാണ്. വിശുദ്ധ സഭാ പാരമ്പര്യമനുസരിച്ച് വലിയ നോമ്പിൻ്റെ രണ്ടാം ഞായറാഴ്ച ഗർഭോ അഥവാ കുഷ്ഠരോഗിയുടെ ഞായർ എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. നാഗപ്പൂർ സെയിൻറ് തോമസ് തിയോളജിക്കൽ സെമിനാരി വൈസ് പ്രിൻസിപ്പളും ലിറ്റർജിക്കൽ മ്യൂസിക് ഡയറക്ടറുമായ റവറൻ ഫാദർ നൈനാൻ കെ ജോർജ് ഈ ദിവസത്തിൻ്റെ സവിശേഷതകളെപ്പറ്റി ഒരു ആരാധനാ ഗീതത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കരുണാവാരിധി വൈദ്യൻ വന്നാൽ ദീനന്മാർക്ക പരവശരോഗികളവനിൽ നിന്നു സൗഖ്യം നേടി കുഷ്ഠത്താലെ സ്വജന ഭ്രഷ്ടൻ കരുണയിരന്ന ഗുണനിധിനാഥൻ ദീനനു ശരണം തികവായേകി തൻ കരതാര രോഗാരിഷ്ടത പോക്കിയ നാഥ പാപ പുണ്യഴുമിവരിൽ ദയവായി സൂക്ഷിക്കണമേ. വഷളാമിവരുടെ ദിനവും കൃതിയും നീക്കിയിടണമേ. മോഹക്കറകൾ മായിച്ചിടുക ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. ആരാധന നൈസർഗികവും ആത്മാവിൻ്റെ ആവിഷ്കാരവുമാണ്. മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ സുതാര്യതയാണ് ആരാധനയിൽ പ്രകടമാകുന്നത്. മനുഷ്യൻ ദൈവാനുരൂപിയാകുവാനുള്ള സാധ്യതയാണ് നമ്മുടെ മുൻപിലുള്ളത്. ഈ പ്രക്രിയയിൽ മനുഷ്യന് ഏറ്റവും സ്വീകരിക്കുവാൻ കഴിയുന്ന ഒരു ഉപാധിയാണ് സംഗീതം. സംഗീതം മാലാഖമാരുടെ ഭാഷയാണ്. ശബ്ദത്തിന് ഈണം നൽകുന്നതാണ് സംഗീതം. സംഗീതം മനുഷ്യജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ്. മനുഷ്യജീവിതത്തിലെ അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കുന്നത് പോലെ സംഗീതത്തിനും വ്യത്യസ്തതയില്ല. ക്രിസ്തീയ ആരാധനയിൽ സംഗീതത്തിന് വളരെ മുന്തിയ സ്ഥാനമാണുള്ളത്. ആദിമ സഭയിൽ രൂപപ്പെട്ട ആരാധന യഹൂദ പശ്ചാത്തലത്തിൽ വളർന്നു വന്നിട്ടുള്ള ഒന്നാണ്. സുനഗോഗുകളിൽ സങ്കീർത്തനങ്ങൾ ആലപിക്കുന്ന പാരമ്പര്യം യഹൂദന്മാരുടെ പാരമ്പര്യമാണ്. ആ പാരമ്പര്യം കടമെടുത്തതോടുകൂടി ക്രിസ്തീയ ആരാധനയിൽ സംഗീതത്തിന് വലിയ സ്ഥാനം ലഭ്യമായി. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ അതിപുരാതനമായ സഭകളിൽ ഒന്നാണ്. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായ ഈ സഭ പിൽക്കാലങ്ങളിൽ, പ്രത്യേകിച്ച് 4-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെയും പൗരസ്ത്യ സുറിയാനി സഭയുടെ ആരാധനാ ശൈലിയാണ് അവലംബിച്ചിരുന്നത്. 18-ാം നൂറ്റാണ്ട് മുതൽ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ അന്ത്യോക്യൻ സുറിയാനി സഭയുമായി ബന്ധപ്പെടുകയും ആ സഭയുടെ ആരാധനാ ശൈലി സാംശീകരിച്ച് ഇപ്പോഴും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അഷ്ടരാഗങ്ങളിൽ സംഗീതം ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു സംഗീത സംവിധാനമാണ് സുറിയാനി സംഗീതത്തിനുള്ളത്. സംഗീതത്തിൻ്റെ പൗരാണികത ഗ്രീക്ക് സംഗീതത്തെക്കാൾ പുരാതനമെന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. ഒരു ആരാധനാ വർഷത്തെ വിവിധ കാലങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം തുടങ്ങി ക്രൂശിൻ്റെ മഹത്വീകരണമായിരിക്കുന്ന ശ്ലീബായുടെ കാലം വരെയും
അങ്ങനെ വിവിധ കാലങ്ങളിൽ ആരാധനാകാലത്തെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. ഈ കാലങ്ങളിൽ അനുതാപത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും പ്രത്യേകമായ ഒരു കാലമാണ് വലിയ നോമ്പിൻ്റെ കാലം. കർത്താവായ യേശുക്രിസ്തു പ്രവർത്തിച്ച ചില അത്ഭുതങ്ങൾ, ശ്രദ്ധേയമായ ചില അത്ഭുതങ്ങൾ, മനുഷ്യ ജീവിതത്തിൽ സമ്പൂർണമായ രൂപാന്തരം ലഭ്യമാകുന്ന ചില അത്ഭുതങ്ങളാണ് നോമ്പ് കാലത്തിൽ സഭ ഞായറാഴ്ചകളിൽ മനനം ചെയ്യുന്ന വിഷയം. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ കാര്യപരിപാടിയിലൂടെ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. സമൂഹം അകറ്റി നിർത്തിയ കുഷ്ഠരോഗിയെ അരികിലണച്ച് രോഗസൗഖ്യം നൽകി ആശ്വസിപ്പിച്ച കരുണാമയനായ ദൈവം ആധുനിക ലോകത്തെ ഗ്രസിച്ചിരിക്കുന്ന എല്ലാ ദോഷങ്ങളിൽ നിന്നും നമുക്ക് മോചനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അൻപുടയോൻ കാട്ടി ശക്തിയറിഞ്ഞൽ വിശ്വാസം കൂറിവയറ്റോ തന്നെ നിന്നേച്ചു മംഗളഗാത്രം താൻ നിർമ്മലമാക്കി സുന്ദരനായി ആ നരനെഴുന്നേറ്റു വിസ്മയ വീക്ഷണ ഹർഷത്താൽ ജനമുദ്ഘോഷിച്ചു മാനവരക്ഷയ്ക്കാഗതന് കർത്താവേ